നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ് ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ഗൾഫിൽ കോവിഡ് ബാധിച്ച് ഇന്നലെ 70 പേർ മരിച്ചു. ഇതോടെ ഗൾഫിൽ കോവിഡ് മരണസംഖ്യ 2864 ഉയർന്നു. 7000-ലേറെ പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. സൗദിയിൽ 49 മരണം, ഒമാനിൽ 9, ബഹ്റൈനിൽ 5, കുവൈറ്റിൽ 4, ഖത്തറിൽ 2, UAE-യിൽ 1 പുതിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഗൾഫിലെ പുതിയ കോവിഡ് കേസുകളിൽ പകുതിയും സൗദിയിലാണ്. 3402 പേരാണ്. ഒമാനിൽ പുതുതായി സ്ഥിരീകരിച്ച രോഗികളുടെ എണ്ണം 1124 ഖത്തറിൽ 915, കുവൈറ്റിൽ 745 പുതിയ രോഗികൾ. മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഒമാനിൽ കോവിഡ് രോഗികളുടെ എണ്ണം ഗുരുതരമായ വിധത്തിൽ ഉയർന്നതായി ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സൗദി വ്യക്തമാക്കി. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 9000 പേർക്കാണ് രോഗം ബാധിച്ചത്. 43 പേർ മരണപ്പെടുകയും ചെയ്തു. 6 ആഴ്ചയായി രോഗികളുടെ എണ്ണത്തിലും മരണത്തിലും കാര്യമായ വർധനവ് ദൃശ്യമാണ്. ചിലരുടെ വിമുഖതയാണ് ഇതിന് കാരണമെന്നും സുപ്രീം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി പറഞ്ഞു. സൗദിയിൽ ഉയർത്തിയ മൂല്യവർദ്ധിത നികുതി പ്രാബല്യത്തിൽ വന്നു. 5% നികുതി 15%ആയാണ് ഉയർത്തിയത്. കോവിഡ് സാഹചര്യത്തിലെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണ് നികുതി വർദ്ധിപ്പിച്ചത്. എല്ലാ വസ്തുക്കൾക്കും സേവനങ്ങൾക്കും 15% ഇന്നു മുതൽ നികുതി. കോവിഡ് സാഹചര്യത്തിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയാണ് സൗദി അറേബ്യ മുൻകൂട്ടി കാണുന്നത്. സൗജന്യ ചികിത്സയാണ് നൽകുന്നത്. ആയതിനാൽ തന്നെ വൻതുക ബജറ്റിൽ നിന്നും നീക്കിവെക്കേണ്ടി വന്നു. പല ഫണ്ടുകളും ആരോഗ്യ മേഖലയിലേക്ക് വഴിമാറ്റി. ഈ സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാനാണ് നികുതി വർദ്ധിപ്പിച്ചത്. വില കൂടിയ വസ്തുക്കൾ വാങ്ങാൻ അവസാന ദിനം വൻ തിരക്കാണ് സ്ഥാപനങ്ങളിൽ ഉണ്ടായതും. നവജാത ശിശുക്കൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾക്കും മറ്റ് പരിശോധനകൾക്കുമായി അജ്മാനിൽ മൊബൈൽ ക്ലിനിക് സജ്ജമാക്കി. ഫ്രണ്ട്സ് ഓഫ് ക്യാൻസർ പേഷ്യൻസിന് സ്ഥാനാർബുദ ബോധവൽക്കരണ സംരംഭമായ പിങ്ക് കാരവനാണ് അജ്മാൻ മുഷേറഫ് ആരോഗ്യ കേന്ദ്രത്തിൽ സേവനം നൽകുന്നത്. വാക്സിനേഷൻ, മുതിർന്നവർക്കുള്ള പരിശോധന ഉൾപ്പെടെ പ്രധാന ആരോഗ്യ സേവനങ്ങൾ ഇവിടെ ലഭിക്കും. ജൂലൈ 1 മുതൽ ചരക്കുകൾക്കും സേവനങ്ങൾക്കും 5% നിന്നും 15% മൂല്യവർദ്ധിത നികുതി ഉയർത്തിയതോടെ ഇന്ധനവിലകൾ 10% വർധനവോടെ സൗദി ആരാംകോ പുതുക്കി നിശ്ചയിച്ചു. പുതുക്കിയ നിരക്ക് ഇപ്രകാരമാണ്. ഗ്രീൻ കാറ്റഗറിയിൽപ്പെട്ട 91 ഇനം പെട്രോളിന് 0.90 റിയാൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 0.98 റിയാലായി മാറി. റെഡ് കാറ്റഗറിയിൽപ്പെട്ട 95 പെട്രോളിന് 1.08 റിയാൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.18 റിയാലായി ഉയർന്നു. ഗാർഹിക തൊഴിലാളികളെ എത്തിച്ചു നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ആളുകളിൽ നിന്ന് പണം തട്ടിയവരുൾപ്പെടെ 47 പേരെ ദുബായ് പോലീസ് പിടികൂടി. കോവിഡ് പ്രതിസന്ധിയെ മറയാക്കി തട്ടിപ്പ് നടത്തിയ ഇവരുൾപ്പെടെയുള്ള കുറ്റാരോപിതരെ ക്രൈം ഷാഡോ എന്ന് പേരിട്ട രഹസ്യ ഓപ്പറേഷൻ വഴിയാണ് ദുബായ് പോലീസ് പിടികൂടിയത്. പിടിയിലായവരിൽ 10 സ്ത്രീകളുമുണ്ട്. സൈബർ തട്ടിപ്പുകൾ, ബ്ലാക്ക് മെയിലിംഗ്, ആൾമാറാട്ടം, മോഷണം തുടങ്ങിയ വിവിധ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവരാണ് സംഘങ്ങളെന്ന് ക്രിമിനൽ അന്വേഷണ വിഭാഗം അസിസ്റ്റന്റ് കമാൻഡർ മേജർ ജനറൽ ഖലീൽ ഇബ്രാഹിം അൽ മൻസൂരി പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളും വെബ്സൈറ്റുകളും ഉപയോഗിച്ചാണ് പല തട്ടിപ്പും നടത്തിയിരിക്കുന്നതെന്ന് കുറ്റാന്വേഷണ വിഭാഗം ജനറൽ ഡയറക്ടർ ബ്രിഗേഡിയർ ജമാ അൽ സലീം അൽ ജല്ലാഫ് ചൂണ്ടിക്കാട്ടി. വന്ദേ ഭാരത് മിഷൻ വഴി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നവർ എംബസിയിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. രജിസ്റ്റർ ചെയ്യാത്തവർ ടിക്കറ്റ് എടുത്താലും വന്ദേ ഭാരത് മിഷൻ വഴി യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും സർക്കുലറിൽ പറയുന്നു. വിദേശകാര്യ മന്ത്രാലയമാണ് സർക്കുലർ ഇറക്കിയത്. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകേണ്ടവർക്ക് നേരിട്ട് ബുക്ക് ചെയ്യാമെന്ന് എംബസി അറിയിച്ചിരുന്നു. എയർ ഇന്ത്യ ഓഫീസ് വഴിയോ അംഗീകൃത ഏജൻസികൾ വഴിയോ ഓൺലൈനായോ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്നായിരുന്നു അറിയിപ്പ്. തുറസായ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 4 വരെ തൊഴിലെടുക്കുന്നതിനുള്ള നിരോധനം ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിലായി. കടുത്ത ചൂടിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. നിർമ്മാണ രംഗത്തും മറ്റും കൊടും ചൂടിൽ ജോലി ചെയ്യുന്നവർക്ക് ആശ്വാസകരമായ നടപടി തൊഴിൽ സാമൂഹിക ക്ഷേമകാര്യ മന്ത്രാലയമാണ് കൈക്കൊണ്ടത്. പുറത്ത് തൊഴിലെടുക്കുന്നവർ 12 മണിക്ക് ജോലി നിർത്തി വിശ്രമത്തിനായി പോയി. പിന്നീട് 4 മണിക്കാണ് ജോലി പുനരാരംഭിച്ചത്. കുവൈറ്റിൽ നിന്ന് ബുധനാഴ്ച 27 വിമാനങ്ങളിൽ 4815 വിദേശികൾ തിരിച്ചുപോയി. 8 രാജ്യങ്ങളിലെ പൗരന്മാരാണ് നാടണഞ്ഞത്. ഇന്ത്യ, ഈജിപ്ത്, ഖത്തർ, നേപ്പാൾ, ലബനാൻ, തുർക്കി, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളിലേക്കായിരുന്നു വിമാന സർവീസ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് 11, ഈജിപ്തിലേക്ക് 8, UAE-യിലേക്ക് 2, നേപ്പാളിലേക്ക് 2, ഖത്തർ, ലബനാൻ, തുർക്കി, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലേക്ക് ഓരോ വിമാനങ്ങളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ ഗയ, മുംബൈ,
ഫൈസാബാദ്, ജയ്പൂർ, ലക്നൗ, കൊച്ചി, തിരുച്ചിറപ്പള്ളി, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലേക്കാണ് വിമാന സർവീസ് ഉണ്ടായിരുന്നത്. കുവൈറ്റ് എയർവേസ്, ജസീറ എയർവേസ്, ഇൻഡിഗോ, ഗോ എയർ എന്നിവയാണ് ചാർട്ടേഡ് സർവീസ് നടത്തിയത്. വന്ദേ ഭാരത് ദൗത്യത്തിലെ ഒരു വിമാനവും ഉണ്ടായിരുന്നില്ല. കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് കടകൾ തുറക്കാൻ അനുവദിച്ചതിന് പിന്നാലെ വാണിജ്യ മന്ത്രാലയത്തിന്റെ വ്യാപക പരിശോധന. കടകൾ തുറന്ന് ആദ്യ 2 ദിവസങ്ങളിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാണിജ്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ വ്യാപക പരിശോധന നടത്തി. അമിതവില ഈടാക്കി വിൽക്കുന്നത് തടയാനായിരുന്നു പ്രധാനമായും പരിശോധന. അമിതവില ഈടാക്കിയ നിരവധി സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഏതാനും സ്ഥാപനങ്ങൾ പൂട്ടിച്ചു. പ്രധാന ഷോപ്പിംഗ് മാളുകളിലെയും റീറ്റെയിൽ സ്ഥാപനങ്ങളും ഉദ്യോഗസ്ഥർ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മ, ഉപയോഗിക്കാൻ അനുവാദമുള്ള സമയപരിധി, തൂക്കം, എണ്ണം, രേഖപ്പെടുത്തിയ വില തുടങ്ങിയ കാര്യങ്ങൾ സംഘം പരിശോധിക്കുകയും ചെയ്തു. മനുഷ്യക്കടത്തിനെതിരെ പോരാടാനുള്ള സൗദി അറേബ്യയുടെ ശ്രമങ്ങളെ അമേരിക്ക പ്രശംസിച്ചു. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാക്കിയ വാർഷിക റിപ്പോർട്ടിൽ രാജ്യത്തിന്റെ റാങ്കിംഗ് ടയർ മുന്നിൽ നിന്ന് ടയർ 2 വാച്ച് ലിസ്റ്റിലേക്ക് ഉയർന്നു. മനുഷ്യക്കടത്തിനെതിരായ പോരാട്ടത്തിൽ അന്താരാഷ്ട്ര സംഘടനകളായ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ, UN ഡ്രഗ്സ് ആൻഡ് ക്രൈം ഓഫീസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. മനുഷ്യക്കടത്ത് തടയാൻ സൗദി അറേബ്യ ഫലപ്രദമായ നടപടികളാണ് കൈക്കൊണ്ടത്. ആദ്യത്തെ ദേശീയ റഫറൽ സംവിധാനം ഇതിനായി ആരംഭിച്ചു. സുസ്ഥിര വികസനം കൈവരിച്ച രാഷ്ട്രങ്ങളിൽ ഒമാൻ അറബ് മേഖലയിൽ 3ാമതെത്തി. ഐക്യരാഷ്ട്രസഭ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വർഷത്തെ സുസ്ഥിര വികസന റിപ്പോർട്ടിലാണ് സുൽത്താനേറ്റ് ഈ നേട്ടം കൈവരിച്ചത്. ആഗോളതലത്തിൽ 69.76 പോയിന്റുമായി ഒമാൻ 76ാം സ്ഥാനത്താണുള്ളത്. സ്വീഡനാണ് 193ാം രാഷ്ട്രങ്ങളടങ്ങിയ പട്ടികയിൽ 1ാമത്. ഡെൻമാർക്കും ഫിൻലാൻഡുമാണ് അടുത്ത സ്ഥാനങ്ങളിൽ. 2015 ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ രൂപം നൽകിയ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ പ്രകാരമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം കോവിഡിന്റെ ആഘാതം റിപ്പോർട്ടിൽ വിലയിരുത്തിയിട്ടുണ്ട്. കോവിഡ് വ്യാപന തോത് കുറയുന്നതോടെ ആരാധനാലയങ്ങൾ തുറക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ഇസ്ലാമിക കാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ ഖലീഫ വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഓൺലൈൻ യോഗം ചേർന്നു. നിലവിലുള്ള കോവിഡ് വ്യാപനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് ആരോഗ്യകാര്യ സുപ്രീം കൗൺസിൽ ചെയർമാൻ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ വിശദമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.